മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കാസർഗോഡ് കരിന്തളത്ത് 80-കാരി വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കരിന്തളം സ്വദേശി ലക്ഷ്മിക്കുട്ടിയമ്മയാണ് മരിച്ചത്. ഗവൺമെന്റ് കോളേജിന് സമീപം വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു ലക്ഷ്മിക്കുട്ടിയമ്മ. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാർ ആരോപിച്ചു. 5 മണിക്കാണ് ലാസ്റ്റ് അമ്മേനെ കാണുന്നത്. അതിനുശേഷം ഇന്നലെ വൈകുന്നേരം ലൈറ്റ് കാണാത്തതുകൊണ്ട് നാട്ടുകാർ കൂടെ മകളുടെ ഭർത്താവും കൂടെ വന്ന് നോക്കുമ്പോൾ മെയിൻ സ്വിച്ച് ഓഫാക്കി കിടക്കുകയാണ്. ഫ്രണ്ട് ഗേറ്റ് കൂട്ടിയിട്ടുണ്ട്, ഫ്രണ്ട് ഡോർ കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ നാട്ടുകാരെല്ലാം വന്ന് പരിശോധിക്കുമ്പോൾ വീണ് കിടപ്പുണ്ടെന്ന് മനസ്സിലായി. വിവരങ്ങളുമായി ജോസഫാണ് ചേരുന്നത്. ജോസഫ്, എന്താണ് ലക്ഷ്മിക്കുട്ടിയമ്മയ്ക്ക് ശരിക്കും പറ്റിയത്? ഇവർ ഒറ്റയ്ക്കാണോ ആ വീട്ടിൽ താമസിക്കുന്നത്? കാസർഗോഡ് കരിന്തളത്താണ് 80 വയസ്സുകാരി വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. കരിന്തളം സ്വദേശി സി ലക്ഷ്മിക്കുട്ടി അമ്മയാണ് മരിച്ചിരിക്കുന്നത്. ഗവൺമെന്റ് കോളേജിന് സമീപം വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു ലക്ഷ്മിക്കുട്ടി അമ്മ. മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നതാണ് നാട്ടുകാരും പറയുന്നത്. ഇന്നലെ വന്ന് നോക്കിയപ്പോൾ പുറത്ത് ലൈറ്റ് ഇട്ടിട്ടില്ലായിരുന്നു എന്നുകൂടി നാട്ടുകാർ പറയുന്നുണ്ട്. ലക്ഷ്മിക്കുട്ടിയമ്മ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്? ഇനി കൂടെ മറ്റാരെങ്കിലും വീട്ടിൽ മക്കളോ ഭർത്താവോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അത് ഒറ്റയ്ക്കാണോ താമസം? എന്താണ് ഇവർക്ക് സംഭവിച്ചത് എന്നൊരു കാര്യത്തിൽ വ്യക്തത ഉണ്ടായിട്ടില്ല. വിവരങ്ങളുമായി ജോസഫ് ചേരുന്നുണ്ട്. ജോസഫ്, എന്താണ് ലക്ഷ്മിക്കുട്ടിയമ്മയ്ക്ക് ശരിക്കും സംഭവിച്ചത്? ഇവർ ഒറ്റയ്ക്കാണോ വീട്ടിൽ? രേണുക ഒറ്റയ്ക്ക് താമസിക്കുന്ന 80 വയസ്സുള്ള ലക്ഷ്മിക്കുട്ടി അമ്മേനെയാണ് ഇന്നലെ രാത്രിയോടുകൂടി വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ മരണത്തിൽ അസ്വാഭാവികതയുണ്ട് എന്നാണ് പ്രധാനമായും നാട്ടുകാർ ആരോപണം ഉന്നയിക്കുന്നത്. അതായത് ഇവരുടെ മരണത്തിൽ ചില സംശയങ്ങൾ കൊലപാതകമാണ് എന്ന തരത്തിലുള്ള ചില സംശയങ്ങൾ ജനിപ്പിക്കുന്ന ചില തെളിവുകൾ പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. സാധാരണ ഇവർ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ സാധാരണ വീട്ടിൽ ലൈറ്റ് ഇടാറുള്ള ഒരു പതിവുണ്ട്. മാത്രമല്ല ഈ മെയിൻ സ്വിച്ച് ഒക്കെ ഇത്തരത്തിൽ ഓഫ് ചെയ്യപ്പെട്ട നിലയിലാണ് കണ്ടെത്തിയത്. മാത്രമല്ല ഇവരുടെ ഈ കരയ്ക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം തട്ടിമറിഞ്ഞ നിലയിലും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇവരുടെ ശരീര ഭാഗത്തുനിന്ന് ചില മുറിവുകളുടെ സാന്നിധ്യവും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇതൊരു കൊലപാതകമാണെന്നുള്ളൊരു സൂചനയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. പക്ഷെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും നടത്തിയിട്ടില്ല. രാവിലെ ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തിയിരുന്നു. മൃതദേഹം വിശദമായ പോസ്റ്റ്മോർട്ടത്തിനായി ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. 80 വയസ്സുള്ള ലക്ഷ്മിക്കുട്ടിയമ്മ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. മാത്രവുമല്ല ഇവർ ഒരു തൊഴിലുറപ്പ് തൊഴിലാളി കൂടിയാണ്. ഇത്തരത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഈ ലക്ഷ്മിക്കുട്ടി അമ്മയ്ക്ക് കഴിഞ്ഞ ഒരു 4 മാസം മുമ്പ് ഒരു മോഷണത്തിന് വിധേയമാകേണ്ട സാഹചര്യം വന്നു. അതായത് ഇവരുടെ വീട്ടിലെ സ്വർണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് ഇവരെ കണ്ടെത്തുകയുണ്ടായി. ഈ നഷ്ടപ്പെട്ട സ്വർണവും മോഷ്ടാവിനെയും കണ്ടെത്തുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളാണ് ഇപ്പോൾ കൂടുതൽ ശക്തമാകുന്നത്. ലക്ഷ്മിക്കുട്ടിയമ്മ ഒറ്റയ്ക്കുള്ളു എന്നും അറിയാവുന്ന ഒരാളാണ് ഇത്തരത്തിൽ ഈ സ്ഥലത്ത് എത്തിയിരിക്കുന്നത് എന്നുള്ളൊരു സൂചന, അത്തരത്തിലൊരു അനുമാനം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അത്തരത്തിലൊരു സൂചനയും അനുമാനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. അത്തരത്തിലൊരു കൊലപാതകമാണോ എന്നൊരു സംശയം കൂടി ഉയരുന്നുണ്ട്. മാത്രമല്ല ലക്ഷ്മിക്കുട്ടി അമ്മയുടെ കയ്യിൽ അത്യാവശ്യം പണം ഉണ്ടായിരുന്നതായും നാട്ടുകാരും ബന്ധുക്കളും അടുത്ത ബന്ധുക്കളും സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിലൊന്നും ഇതുവരെ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. എന്തായാലും ഇതൊരു ഈ മരണത്തിൽ ഒരു അസ്വാഭാവികത ഉണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാരും ബന്ധുക്കളും ആരോപിക്കുന്നത്. രേണുക. ശരി ജോസഫ്, വ്യക്തമാണ്. ഏതായാലും കാസർഗോഡ് കരിങ്കളത്താണ് 80 വയസ്സുകാരിയായ ലക്ഷ്മിക്കുട്ടിയമ്മ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. മരണത്തിൽ ചില ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാരും ആരോപിക്കുന്നു. അതിന് സമാനമായ രീതിയിൽ സംഭവങ്ങളാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പോലീസ് ഔദ്യോഗികമായി ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. ഇനി പോലീസ് അന്വേഷിച്ച വിവരങ്ങൾ കണ്ടെത്തുകയാണ്. ജോസഫ്, എന്തായാലും തുടരുക. മറ്റൊരു വാർത്തയുടെ